കേരളത്തിലെ തെരഞ്ഞെടുപ്പ് രംഗം ചൂടുപിടിക്കുകയാണ്. ശക്തമായ ത്രികോണ മത്സരം കാഴ്ചവെക്കുന്ന പ്രധാന ചില മണ്ഡലങ്ങളാണ് തൃശ്ശൂരും ആലപ്പുഴയും എറണാകുളവും ഒക്കെ. അവിടെയെല്ലാം ഏത് രീതിയിലുള്ള പ്രചാരണമാണ് നീങ്ങുന്നത്? രോഹിണി, തെരഞ്ഞെടുപ്പ് പ്രചാരണം അത് അന്തിമഘട്ടത്തിലേക്ക് കടക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. രോഹിണി സൂചിപ്പിച്ചതുപോലെ തന്നെ തൃശ്ശൂർ, എറണാകുളം, അതോടൊപ്പം തന്നെ ആലപ്പുഴ വളരെ ശക്തമായിട്ടുള്ള ത്രികോണ മത്സരങ്ങൾ ഉള്ള 3 മണ്ഡലങ്ങളാണ്. അതുകൊണ്ട് തന്നെ വലിയ പ്രചാരണങ്ങൾ 3 മുന്നണി സ്ഥാനാർത്ഥികളും അവിടങ്ങളിൽ നടത്തുകയും ചെയ്യുന്നുണ്ട്. തെരഞ്ഞെടുപ്പിന് ഇനി ദിവസങ്ങൾ മാത്രമാണ് ശേഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ അന്തിമഘട്ട പ്രചരണത്തിൽ ഓരോ വോട്ടർമാരെയും നേരിൽ കണ്ടുകൊണ്ട് വോട്ടുറപ്പിക്കുന്ന ഒരു പ്രചാരണ രീതിയിലേക്കാണ് 3 മുന്നണി സ്ഥാനാർത്ഥികളും പോയിക്കൊണ്ടിരിക്കുന്നത്. ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ പള്ളികളിലടക്കം, ആരാധനാലയങ്ങളിലടക്കം ചെന്ന് വോട്ടർമാരെ നേരിട്ട് കണ്ടുകൊണ്ട് വോട്ടഭ്യർത്ഥിക്കുകയാണ് 3 മുന്നണി സ്ഥാനാർത്ഥികളും. അതോടൊപ്പം തന്നെ ഓരോ കോളനികൾ കേന്ദ്രീകരിച്ചുള്ള കുടുംബയോഗങ്ങളിലും നിലവിൽ സ്ഥാനാർത്ഥികൾ പങ്കെടുക്കുന്നുണ്ട്. ഇവിടങ്ങളിലൊക്കെ തന്നെ പങ്കെടുത്തുകൊണ്ട് ആ വോട്ടർമാരെ നേരിൽ കണ്ട് തങ്ങൾക്ക് വോട്ട് വേണമെന്നുള്ള ഒരു അഭ്യർത്ഥന നടത്തി അത്തരമൊരു പ്രചരണത്തിലേക്ക് 3 മുന്നണി സ്ഥാനാർത്ഥികളും കടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ കൺവെൻഷനുകളിലടക്കം സ്ഥാനാർത്ഥികൾ പങ്കെടുക്കുകയും ചെയ്യുന്നുണ്ട്. ഈ 3 മണ്ഡലങ്ങളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എറണാകുളത്താണെങ്കിൽ ശക്തമായിട്ടുള്ള ഒരു മത്സരം തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. NDAയുടെ സ്ഥാനാർത്ഥി KS രാധാകൃഷ്ണനാണ്. ഹൈബി ഈഡൻ നേരത്തെ MP ആയിട്ടുള്ള, നിലവിലെ MP ആയിട്ടുള്ള ഹൈബി ഈഡനും ശക്തമായിട്ടുള്ള ഒരു പോരാട്ടത്തിലേക്കും അല്ലെങ്കിൽ വിജയം പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഇടതുപക്ഷവും ഒരു വിജയത്തിൽ കുറഞ്ഞൊന്നും പ്രതീക്ഷിക്കുന്നുമില്ല. അത്തരത്തിൽ വലിയ രീതിയിലുള്ള പ്രചാരണം മുന്നോട്ട് പോകുന്ന മണ്ഡലമാണ് എറണാകുളം. എറണാകുളത്ത് നിലവിൽ ഈ തപാൽ വോട്ടുകളുടെ, അതായത് ഭിന്നശേഷിക്കാരായിട്ടുള്ള വയോജനങ്ങളുടെ വീട്ടിലൊക്കെ എത്തി വോട്ടുകൾ ശേഖരിക്കുന്ന അതിന്റെ പോളിംഗ് നടപടികളൊക്കെ തന്നെ ആരംഭിച്ചിട്ടുണ്ട്. 14,000-ലധികം വോട്ടർമാർ ഇത്തരത്തിൽ ലിസ്റ്റിലുണ്ട്. നിലവിൽ കഴിഞ്ഞ ദിവസം വരെ 7,000-ലധികം പേരുടെ വോട്ടുകൾ രേഖപ്പെടുത്തി കഴിഞ്ഞു. എന്തായാലും അത്തരമുള്ള നടപടികൾ നിലവിൽ പുരോഗമിക്കുകയാണ്. അതുപോലെ തന്നെ തൃശ്ശൂർ മണ്ഡലത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ തൃശ്ശൂരിൽ NDA വിജയം പ്രതീക്ഷിക്കുന്ന ഒരു മണ്ഡലമാണ് A ക്ലാസ് മണ്ഡലം. അതുപോലെ തന്നെ സുരേഷ് ഗോപിയുടെ പ്രചാരണം വലിയ രീതിയിൽ മുന്നോട്ട് പോകുന്ന മണ്ഡലമാണ്. താരപ്രചാരണം തന്നെയാണ് തൃശ്ശൂർ ഉള്ളത്. മാത്രവുമല്ല, കഴിഞ്ഞ ദിവസങ്ങളിൽ പൂർവ്വമായി ബന്ധപ്പെട്ടുണ്ടായ പ്രശ്നങ്ങൾ അത് സർക്കാരിനെ വലിയ രീതിയിലൊരു പ്രതിരോധത്തിലാക്കിയ ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഇടത് സ്ഥാനാർത്ഥിക്ക് വലിയൊരു പ്രതിസന്ധി ഇത് സൃഷ്ടിക്കുന്നുണ്ട്. മാത്രവുമല്ല, മിണ്ടാതിരുന്ന UDF സ്ഥാനാർത്ഥിക്കും അത് വലിയൊരു പ്രതിരോധത്തിലാക്കിയ ഒരു സാഹചര്യമുണ്ട്. എന്നാലും ഇതൊക്കെ തന്നെ NDAക്ക് പ്രതീക്ഷ നൽകുന്നുണ്ട്. കാരണം പൂരത്തിന്റെ സംഭവത്തിലടക്കം സുരേഷ് ഗോപിയാണ് ശക്തമായിട്ടുള്ള ഇടപെടൽ. തെരഞ്ഞെടുപ്പ് രംഗം ചൂടുപിടിക്കുന്ന കാഴ്ച തന്നെയാണ്. എന്തായാലും മധ്യ കേരളത്തിൽ ശക്തമായ ത്രികോണ മത്സരം കാഴ്ചവെക്കുന്ന മണ്ഡലങ്ങളിൽ ചിലതാണ് തൃശ്ശൂരും ആലപ്പുഴയും എറണാകുളവും ഒക്കെ. ശക്തരായ NDA സ്ഥാനാർത്ഥികൾ തന്നെയാണ് അവിടെയുള്ളതും. അതുകൊണ്ട് തന്നെ ഈ 3 മുന്നണികളും മണ്ഡലങ്ങളിൽ ശക്തമായ പ്രചാരണം നടത്തുന്നു. താരപ്രചാരകരെയും ദേശീയ നേതാക്കളെയും ഒക്കെ ഇറക്കി പ്രചാരണ രംഗം കൊഴുപ്പിക്കുന്നതിനുള്ള ശ്രമങ്ങൾ തന്നെയാണ് നടക്കുന്നത്. രേഷ്മ ബാബുവാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്.